ഒരു ഇടവേളയ്ക്ക് ശേഷം മാസപ്പടി വിവാദം വീണ്ടും കത്തുകയാണ്. ഇത്തവണ പക്ഷേ മാത്യു കൊഴുന്നാടനല്ല അത് കത്തിക്കുന്നത്. കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാണ് ഉത്തരവിടുന്നത്. അതായത് വീണ വിജയനെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിച്ചു തുടങ്ങുന്നു എന്നർത്ഥം. മാസപ്പടി വിഷയത്തിൽ നിരവധി കണ്ടെത്തലുകളുണ്ട്, ഒരുപാട് കണ്ടെത്തലുകളുണ്ട്. അതിൽ 1,72,00,000 രൂപ മാത്രമാണ് പൊതു ഇടത്തിൽ ചർച്ചയായത്. മാസപ്പടി വിഷയത്തിലെ അത്തരം കണ്ടെത്തലുകൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം പുറപ്പെടുവിക്കുന്നത്. 3 അംഗ അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത്. 4 മാസത്തിനുള്ളിൽ വ്യക്തമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവിട്ടിട്ടുള്ളത്. പ്രധാനമായും അന്വേഷിക്കുന്നത് വീണ വിജയന്റെ പൂട്ടിപ്പോയ എക്സാലോജിക്കും അതുപോലെ CMRL കമ്പനിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ്. അതിൽ തന്നെ 1,72,00,000 രൂപയുടെ ഇടപാടാണ് പൊതു ഇടത്തിൽ ചർച്ചയായിട്ടുള്ളത്. അത് GST അടച്ചു, അത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടായിരുന്നു, അത് സേവനങ്ങൾ കൊടുത്തിട്ടാണ് ഞങ്ങൾ പണം വാങ്ങിയത് എന്നൊക്കെ പലവിധ വാദങ്ങൾ അന്ന് വീണ വിജയൻ പറഞ്ഞിരുന്നു. എന്നാൽ GST നിലവിൽ വരുന്നതിന് മുമ്പ് എങ്ങനെ GST അടച്ചു എന്നുള്ള ചില ചോദ്യങ്ങളും കണക്കിലെ മറ്റു ചില വൈരുദ്ധ്യങ്ങളും പിന്നീട് മാത്യു കൊഴുന്നാടൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനിട്ട് മറുപടി ഉണ്ടായിരുന്നുമില്ല. അഥവാ മാത്യു കൊഴുന്നാടൻ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് വരവുക ചെലവുക ഇല്ലക എന്ന മട്ടിൽ ചില ഉത്തരങ്ങൾ പറഞ്ഞ് വളഞ്ഞൊഴുകുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. മാസപ്പടി വിഷയത്തിൽ ഒരുപാട് കണ്ടെത്തലുകൾ, സാമ്പത്തിക തിരിമറിയുടെയും തട്ടിപ്പിന്റെയും കുറെ കണ്ടെത്തലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തലുകൾക്ക് പിന്നാലെ ഇത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിക്കും സ്വാഭാവികമായും ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഇത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ ആദ്യം പൊളിഞ്ഞു വീഴുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ആത്മധൈര്യമാണ്. കാരണം നേരത്തെ മാത്യു കൊഴുന്നാടനുമായി ബന്ധപ്പെട്ട് വാഗ്വാദങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ മാത്യു കൊഴുന്നാടന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ, മാത്യു കൊഴുന്നാടനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ പിണറായി വിജയൻ പറഞ്ഞിരുന്നത് ആ PV, അതായത് ആ റിപ്പോർട്ടിലെ PV, CMRLന്റെ റിപ്പോർട്ടിലെ അവരുടെ രേഖയിലുള്ള, അവരുടെ ഡയറിയിലുള്ള PV താനല്ല എന്നാണ്. എന്നാൽ കേരളത്തിൽ മറ്റു പല രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ട്. അവരൊക്കെ ഇതുപോലെ ഷോർട്ട് നൈംസിലാണ് അവിടെ രേഖപ്പെടുത്തിയിരുന്നത്. അതൊക്കെ തങ്ങളാണെന്നും തങ്ങളൊക്കെ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും അത് ഇന്ന ആവശ്യങ്ങൾക്കായിരുന്നെന്നും സമ്മതിച്ചതോടുകൂടി അവരുടെ കാര്യം തീരുമാനമായി, അവരിൽ നിന്ന് ഊരി. എന്നാൽ ദുരഭിമാനത്തിന്റെ ഉത്തംഗ സംഘത്തിൽ നിൽക്കുന്ന പിണറായി ആ PV താനല്ല എന്ന് ആണയിട്ട് പറയുകയും അത് മറ്റാരോ ആണ് എന്ന് പറഞ്ഞ് സമർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഈ ഡയറി വീണ്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുമ്പോൾ ആ PV താനാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ പൊതു ഇടത്തിൽ നേരത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സമർത്ഥിച്ചു വെച്ചിട്ടുള്ള PV താനല്ല എന്നുള്ള വാദത്തെ പൊളിയുമ്പോൾ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുന്ന ഒരു അവസ്ഥയും വരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ PV താനല്ല എന്ന് നിലവിളിച്ച് നെട്ടോട്ടമോടിയിട്ടും കാര്യമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ 3 പേരുണ്ട്. ആ 3 പേരെയും രക്ഷാപ്രവർത്തനം നടത്തിക്കളയും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഇപ്പൊ ഇവിടെ രക്ഷാപ്രവർത്തകരുള്ള നാടാണല്ലോ, പോരാത്തതിന് പോലീസും കൂടെയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകുകയും ചെയ്യും. അത് മാത്രമല്ല, സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തതും അതിന്റെ പിന്നാലെ പോകുന്നത് കാണുമ്പോഴും നമുക്കത് മനസ്സിലാവും. രക്ഷാപ്രവർത്തകരുമുണ്ട്, കൂടെ പോലീസുമുണ്ട്. പക്ഷെ അതൊന്നും കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ വിലപ്പോവില്ല എന്നറിയുമ്പോൾ കുറച്ച് വിയർക്കും. അവർ വിളിക്കുമ്പോൾ അവരുടെ മുന്നിൽ നേരെ ചെന്നിരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തത്ത പറയുന്നത് പോലെ മറുപടി പറയേണ്ടി വരും. അവിടെ ഞാൻ കേരളത്തിലെ രാജാവാണെന്നോ ഇരട്ടച്ചങ്ങനാണോ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ 1,72,00,000 രൂപ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, അതിന് GST അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിശദീകരിച്ചിട്ടൊന്നും കാര്യമില്ല. വീണ വിജയൻ എന്നാലൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്തൊക്കെ സേവനങ്ങളാണ് കൊടുത്തത്, ഏതൊക്കെ സമയത്താണ് കൊടുത്തത്, എത്ര രൂപയാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഈ 1,72,00,000 പുറമെ നേരത്തെ മാത്യു കൊഴുന്നാടൻ പറഞ്ഞിട്ടുള്ള മറ്റു ചില കോടികൾ, ഒരുപാട് കോടികളുണ്ട് എന്നാണ് പറഞ്ഞത്. ആ കോടികളുടെ കണക്കുകളെല്ലാം പുറത്തു വരും. അതോടുകൂടി വീണ വിജയന്റെയും കാര്യം ഏകദേശം തീരുമാനമാകും. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ചോദ്യങ്ങൾക്ക് 1,72,00,000 രൂപയ്ക്ക് പുറമെ പോകുമ്പോൾ 1,72,00,000 ഉള്ളിൽ തന്നെ GST ഉണ്ടാകുന്നതിന് മുമ്പ് GST അടച്ചു എന്ന് പറഞ്ഞിട്ടാണ് മാത്യു കൊഴുന്നാടന് രേഖ കൊടുത്തത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ തട്ടിപ്പുകളുണ്ട്. അതിന് പുറമെയുള്ള തട്ടിപ്പുകളുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ രേഖകൾ കൂടി എടുത്ത് മേശപ്പുറത്ത് വെക്കുമ്പോൾ വീണ വിജയൻ വീർത്ത് കുളിക്കുമെന്ന് ഉറപ്പാണ്. ഏതായാലും മാത്യു കൊഴുന്നാടൻ തൊടുത്തുവിട്ട തീ പടക്കപ്പുരയ്ക്ക് തീപിടിച്ച പോലെ, അല്ലെങ്കിൽ വെടിമരുന്ന് പുരയ്ക്ക് തീപിടിച്ചതുപോലെ പിണറായിക്കും മകൾക്ക് നേരെ ചെല്ലുന്നത് കാണേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് മലയാള ജനതയ്ക്കുള്ളത്. ഈ കേസിൽ മാത്യു കൊഴുന്നാടന്റെ മൊഴി കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഗതി ജോറായി. 1,72,00,000 രൂപയ്ക്ക് പുറമെ സ്വീകരിച്ചിട്ടുള്ള മറ്റു കോടികളുടെ കണക്ക് മാത്യു കൊഴുന്നാടനെ അറിയാം എന്ന് പല പത്രസമ്മേളനങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കണക്കുകളൊന്നും പൊതു ഇടത്തിൽ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഈ 1,72,00,000 തന്നെ കൃത്യമായ മറുപടി പറയാൻ വീണ വിജയനോ മുഖ്യമന്ത്രിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അപ്പോ മറ്റു കണക്കുകൾ കൂടി വരുമ്പോൾ, അതുകൂടി പുറത്തു വരുമ്പോൾ, അതിനെക്കുറിച്ച് മറുപടി പറയാതെ ഇരുന്ന് വിയർക്കുമ്പോൾ ഇരട്ടച്ചെങ്കിൽ ഓട്ട വീഴും എന്ന് ഉറപ്പാണ്.